അരുണാചലിലെ ആ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിനുശേഷം മരണത്തെ പുൽകുകയും ചെയ്ത 3 പേർ. ആ കണ്ണയിൽ ഇനി എത്ര പേർ ബാക്കിയുണ്ടെന്ന ചോദ്യം അവിടെ അവശേഷിപ്പിക്കുകയാണ്. അന്വേഷണം നീങ്ങുമ്പോൾ അത് ഈ വഴിയിലേക്ക് തന്നെ ചെന്നെത്തുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ബ്ലാക്ക് മാജിക് ഇങ്ങനെ വാർത്തകളിൽ നിറയുമ്പോൾ കേരളം വീണ്ടും ഓർക്കുന്നത് മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ്. പത്തനംതിട്ടയിലെ മറന്നോ ഇലന്തൂർ നരബലി. സാമ്പത്തിക അഭിവൃദ്ധിക്കായി 2 സ്ത്രീകളെ ബലി കൊടുത്ത വാർത്തയാണ് അന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നത്. വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന്. 1.5 വർഷം കഴിഞ്ഞു ആ സംഭവം നടന്നിട്ട്. ഒരിക്കൽ കൂടി ഇലന്തൂരിലെ ആ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമൻ. ഇലന്തൂർ നരബലി, ഈ സംഭവം അറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. നരബലി നടന്ന ഇലന്തൂരിലെ ആ വീടിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയായിരിക്കും കണ്ടു നോക്കാം. തമിഴ്നാട് സ്വദേശിനി പത്മ, കാലടിയിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന റോസ്ലിൻ എന്നിവരെയാണ് ഇലന്തൂരിലെ ഈ വീട്ടിൽ കെട്ടിയിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഭഗവത് സിംഗും ഭാര്യ ലൈലയും ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ഷാഫിയും നരബലി നടത്തിയത്. ഇവിടെയാണ് റോസ്ലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിരുന്നത്. റോസ്ലിനെയും പത്മയെയും കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കിയ ശേഷം ഉപ്പ് വിതറിയാണ് കുഴിച്ചിട്ടത്. വീടിന്റെ അലക്കുകല്ല് സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തായാണ് കുഴി എടുത്തത്. റോസ്ലിനെ നരബലി നടത്തി ഭഗവത് സിംഗിൽ നിന്ന് മുഹമ്മദ് ഷാഫി പണം വാങ്ങിയിരുന്നു. എന്നിട്ടും സാമ്പത്തിക വളർച്ച ഉണ്ടാകാത്തതിനെ തുടർന്നാണ് 2ാമത് കൊലപാതകം നടത്തിയത്. പത്മയുടെ ശരീരാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിരുന്നത് ഈ കാണുന്ന കുഴിയിലായിരുന്നു. ഈ കുഴിയിൽ നിന്നും ശരീരാവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ശ്രീദേവി എന്ന പേരിൽ വ്യാജ FB അക്കൗണ്ട് സൃഷ്ടിച്ചാണ് മന്ത്രവാദിയായ ഷാഫി ഭഗവത് സിംഗിനെ വലയിലാക്കിയത്. ഒരു സിദ്ധനെ തനിക്ക് പരിചയമുണ്ടെന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റിത്തരുമെന്നും ഭഗവത് സിംഗിനെ ഷാഫി വിശ്വസിപ്പിച്ചു. സിദ്ധനായി പിന്നീട് ഷാഫി തന്നെ ഭഗവത് സിംഗിന് മുന്നിലെത്തുകയായിരുന്നു. ഭഗവത് സിംഗിന്റെ തിരുമ്മു ചികിത്സാ കേന്ദ്രമായിരുന്നു ഈ കാണുന്നത്. തിരുമ്മു വിദഗ്ധനായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും എങ്ങനെ മുഹമ്മദ് ഷാഫിയുടെ കുരുക്കിൽപ്പെട്ടു? ഇനിയും ഉത്തരമില്ലാത്ത ചോദ്യമാണിത്. മൂവരും ഇപ്പോൾ ജയിലിലാണ്.